രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ബജറ്റ് രേഖകളിൽ തമിഴിൽ അച്ചടിച്ചതിനെതിരെ തമിഴ്നാട് നിയമസഭയിൽ പ്രതിഷേധം. ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് BJP MLAമാർ ഇറങ്ങിപ്പോയി. AIADMKയുടെ 60-ലേറെ MLAമാരും ഇറങ്ങിപ്പോയി. മദ്യവിൽപ്പനയുടെ കുത്തക ഏജൻസിയായ ടാസ്മാക് അഴിമതിയിലും നിയമസഭയിൽ പ്രതിഷേധമുയർന്നു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്കറിയാം രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റി അത് തമിഴ് ലിപിയിൽ ബജറ്റിൽ ചേർത്തതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. ഇപ്പോൾ ബജറ്റ് രേഖയിൽ ഉൾപ്പെടുത്തി ഇത് നിയമസഭയിൽ ഇന്ന് അവതരിപ്പിച്ചു. അതിനെതിരെയാണല്ലോ ഇന്ന് പ്രതിപക്ഷമായ AIADMK അതുപോലെ തന്നെ BJP MLAമാർ ഇറങ്ങിപ്പോക്ക് നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയത് 4 BJP അംഗങ്ങളും ഇറങ്ങിപ്പോയതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ അറിയിച്ചതുപോലെ, നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ദേവനാഗരി സ്ക്രിപ്റ്റിലുള്ള, അതായത് ഹിന്ദി ഭാഷയിലെ സ്ക്രിപ്റ്റിന് സമാനമായ രീതിയിലുള്ള ആ സ്ക്രിപ്റ്റിലുള്ള ഒരു രൂപയുടെ ചിഹ്നം R എന്ന് എഴുതുന്ന ആ ചിഹ്നമാണ് സ്വാഭാവികമായും നമ്മൾ രൂപയ്ക്ക് പകരമായി ഉപയോഗിക്കുന്ന ഒരു ചിഹ്നം. ആ ചിഹ്നത്തിനെ തമിഴ് ലിപിയിൽ എഴുതുക എന്നൊരു നീക്കമാണ് സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ബജറ്റ് രംഗത്തും ബജറ്റ് രേഖകളിലും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലുമെല്ലാം തന്നെ അദ്ദേഹം ആ രീതിയിലുള്ള ലിപിയിലുള്ള വാക്കുകൾ എന്ന് വായിക്കുന്ന ആ വാക്ക് തമിഴ് ലിപി തന്നെ എഴുതി വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ദേശീയ ഇൻറ്റിഗ്രിറ്റി, അതായത് ദേശീയ അഖണ്ഡതയെ ബാധിക്കുന്നൊരു വിഷയമായി തന്നെ കണക്കാക്കപ്പെടുന്നൊരു വിഷയമാണ്. അത് രാജ്യവിരുദ്ധമായൊരു നീക്കമാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ നേരിട്ട് ബാധിക്കുന്നൊരു വിഷയമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ആരംഭിച്ചത്. നമുക്കറിയാവുന്നതാണ്, ഇറങ്ങിപ്പോവുകയെന്ന് ഈ നിയമസഭയിൽ ബജറ്റ് സമ്മേളനത്തിൽ നിന്നും BJP ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ AIADMKയും ഈ മറ്റൊരു വിഷയത്തിൽ, അതായത് ഈ തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻ്റെ മദ്യവിൽപ്പന അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ആ അഴിമതി നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് AIADMKയുടെ ഇറങ്ങിപ്പോക്ക് നടന്നത്. ഈ ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് AIADMKയുടെ 60-ലേറെ MLAമാരും ഇറങ്ങിപ്പോയി എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിൽ ആ ഇറങ്ങിപ്പോകാനുള്ള ഒരു നീക്കം നടക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ സംഭവം ഇറങ്ങിപ്പോക്ക് വോക്കൗട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നടന്ന ഇതിൽ, അതായത് പ്രസംഗത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് ഈ 1000 കോടിയിലേറെ രൂപയുടെ അഴിമതി ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ്. അത്തരത്തിൽ അഴിമതി ശക്തമായി നടത്തുന്ന സ്റ്റാലിൻ അതൊക്കെ മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില ഗിമിക്കുകൾ കാണിക്കുന്നതെന്ന ആരോപണമാണ് BJP മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഇത് തന്നെയായാലും ശക്തമായ പ്രതിഷേധം തമിഴ്നാട്ടിലെ നിയമസഭയിൽ ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം. വിനോദ്, തമിഴ്നാട് നിയമസഭയിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നത്. കൃത്യമായി രൂപയുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റി തമിഴ് ലിപി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബജറ്റ് അവതരിപ്പിച്ചതിനെതിരെയാണ് BJP MLAമാർ ഇറങ്ങിപ്പോയത്. എന്നാൽ മദ്യവിൽപ്പനയുടെ കുത്തക ഏജൻസിയെ സംബന്ധിച്ചുള്ള അഴിമതിയിൽ AIADMKയും ഇറങ്ങിപ്പോക്ക് നടത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.